ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ജീവിതമാണ്. തോൽക്കപ്പെടും, ചതിക്കപ്പെടും, പുച്ഛിക്കപ്പെടും. ചെയ്യുന്നത് ശരിയാണെങ്കിൽ വിജയം ഒരു നാൾ നമ്മെ തേടി വരും. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ. നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാനെന്ന്. എന്നാൽ വെള്ളത്തിൻ്റെ അടിയിലൂടെ നോക്കിയാൽ കാണാം അവ കിടന്ന് കാലിട്ടടിക്കുന്നത്. മനുഷ്യൻ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയുമുള്ളൂ. മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നത്. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ്. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്നെന്ന തിരിച്ചറിവ് നൽകുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും കടപ്പെട്ടിരിക്കുക. നമ്മുടെ കാഴ്ചകളെ വലുതാക്കിയതിനും മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിനും. ഒന്നോർക്കുക, നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും. ഒരുപാട് അകലെയാണെങ്കിലും നമ്മിലേക്ക് വരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നറിയാനുള്ള മാർഗം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളാണെന്ന് നിരാശപ്പെടാതെ, കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമായി മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഒരൊറ്റ വ്യക്തിയായി തന്നെ തുടരുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയാതിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരെയും ഒരിക്കലും മറക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. മറിച്ച് നിങ്ങൾ അത്യാഗ്രഹത്തിലും സ്വപ്ന ലോകങ്ങളിലും മാത്രം ജീവിക്കുകയാണെങ്കിൽ ജീവിതം വളരെ കഠിനമേറിയതായിരിക്കും. ജീവിതത്തിൽ ഒന്നിനും അധികം കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നു പോകും. ജീവിതത്തിൽ
ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്ന് വീഴാതിരിക്കാൻ കഴിയൂ. ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നാളത്തെ അവസ്ഥയെക്കുറിച്ച് വ്യാകുലപ്പെടുകയും വേണ്ട. ഇന്ന് നാം സന്തുഷ്ടരാണോ എന്നതിലാണ് കാര്യം. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം. പക്ഷേ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. അവനവൻ്റെ കാര്യ ലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷമുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും.